ശീതീകരിച്ച ബീജത്തിൽ നിന്ന് 9 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞു പിറന്നു. അർബുദ ചികിത്സയുടെ ഭാഗമായി വൃഷ്ണങ്ങൾ നീക്കം ചെയ്ത് ശസ്ത്രക്രിയയും കീമോയും പൂർത്തിയാക്കിയ 26-കാരനാണ് ഇപ്പോൾ അച്ഛനായിരിക്കുന്നത്. 2016 പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത യുവാവിന് വൃഷ്ണാർബുദം സ്ഥിരീകരിക്കുന്നത്. അന്ന് പ്രായം വെറും 18 വയസ്സ്. അപ്പോളോ ആശുപത്രി, CMC വെല്ലൂർ, RCC എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കൗമാരക്കാരൻ ചികിത്സ തേടി. രോഗത്തിന്റെ ഉറവിടം മുറിച്ചു മാറ്റാതെ രക്ഷയില്ല എന്ന് യുവാവിനും ബോധ്യമായി. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ബീജമെടുത്ത് ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. ദീർഘകാലത്തെ ചികിത്സയ്ക്കൊടുവിൽ യുവാവ് രോഗമുക്തി നേടി. ഇതിനിടെ വിവാഹിതനായി. മക്കൾ വേണമെന്ന ആഗ്രഹമുണ്ടായപ്പോഴാണ് താൻ പണ്ട് ശീതീകരിച്ച് സൂക്ഷിക്കാനായി ബീജം നൽകിയ കാര്യം യുവാവ് ഓർക്കുന്നത്. അങ്ങനെ ആ യുവാവ് 9 വർഷങ്ങൾക്കിപ്പുറം താൻ ബീജം ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പാറ്റൂർ സമദ് IVF ആശുപത്രിയിലെത്തി. സാധാരണ പേഷ്യൻസൊക്കെ കീമോതെറാപ്പിക്ക് മുമ്പ് ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞു വിടും സെമൻ ഫ്രീസ് ചെയ്യാം. അത് കഴിയുമ്പോൾ പിന്നെ സ്പേംസിൻ്റെ കൗണ്ട് കുറയുന്നത് കൊണ്ട് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ 2-3 സാമ്പിൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അത് നല്ല കൗണ്ടുള്ളതായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം വന്നു IVF പ്രൊസീജിയർ ചെയ്തിട്ട് പോസിറ്റീവായി ഇപ്പം ഡെലിവറിയും കഴിഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്.